സ്റ്റെല്ലയോടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അവളടുത്ത് വരുമ്പോൾ ലിസമ്മയുടെ കാര്യം ഓർമ്മ വരും. അവളുടെ ചീഞ്ഞടിഞ്ഞ ശരീരവും. പിന്നെ എനിക്കൊന്നിനും പറ്റില്ല. പിന്നെ ഇതൊക്കെ മറച്ചു വയ്ക്കാൻ കള്ളുകൂടി പതിവാക്കി. സ്റ്റെല്ലയ്ക്കൊന്നും മനസ്സിലായി കാണില്ല. അവളോട് എനിക്ക് നേരെ ചോദിച്ച് സംസാരിക്കാൻ തന്നെ പേടിയായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ എന്നെ വിട്ടു പോകില്ലായിരുന്നു. എനിക്കൊരിക്കലും പഴയ പോലെ ആവാനും പറ്റില്ല. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച പോലൊക്കെ തന്നെ നടന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. സഹിക്കുന്നതിനുണ്ടൊരു പരിധിയൊക്കെ. നിങ്ങൾക്ക് മറ്റു വല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ അത് തുറന്ന് പറയും. ഞാൻ മാറി തന്നേക്കാം. എത്ര കാലായി എന്നോട് ശരിക്കൊന്ന് മിണ്ടിയിട്ട്. ഇനി ഇങ്ങനെ സഹിക്കാൻ പറ്റില്ല. നമുക്ക് പിരിയാം. മോളെ എനിക്ക് വേണം. രണ്ടു വർഷത്തിന് ശേഷം അവൾ പീറ്ററിനെ കല്യാണം കഴിച്ചു. ഞാനുണ്ടായാനെ അവളുടെ കല്യാണത്തിന് പോയിരുന്നു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മോളെ അവളുടെ അടുത്ത് കൊണ്ടാക്കും. അങ്ങനെ ഇടയ്ക്ക് ഞാൻ കാണും. ശരി പപ്പ, ഗുഡ് നൈറ്റ്. വന്നേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നെന്താ സ്പെഷ്യൽ? കുറെ കഴിഞ്ഞ് ഞാൻ അവളോടെല്ലാം പറഞ്ഞു. അവള് പീറ്ററിനോട് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ കാണുന്നതൊന്നും പീറ്ററിന്റെ പിന്നെ പ്രശ്നമായിരുന്നില്ല. ഫോൺ ഹലോ, പീറ്ററാ, പെട്ടെന്ന് ഇവിടെ ചെല്ലാൻ പറഞ്ഞു. എന്തായി? ഇനിയും വെന്റിലേറ്ററിൽ കിടത്തിയിട്ട് കാര്യമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. അവയവങ്ങൾ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യുന്നുണ്ടോന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഞാൻ മാത്രമായിട്ട് എന്ത് പറയാനാ?
ഡയാനയുടെ പേരൻസിനെ ഡോക്ടർ വിളിക്കുന്നു. ഡയാനയുടെ വെന്റിലേറ്ററിലായിട്ട് 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അന്നുണ്ടായ വീഴ്ചയിൽ തലച്ചോറിന് പറ്റിയ ക്ഷതം സർജറിയിലൂടെ മാറിയിട്ടുമില്ല. നല്ല ഇൻഫെക്ഷനും ആയിട്ടുണ്ട്. ബോഡി ഇപ്പോൾ ഒട്ടും മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. വെരി സോറി ടു ഇൻഫോം യു. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവൻ നിലനിൽക്കുന്നത്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു.